ഉണങ്ങി വരണ്ട ദേശം. നമുക്ക് ആഹാരം കിട്ടിയില്ലേലും എങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് പിടിച്ചു നിൽക്കാം. വെള്ളം കിട്ടിയ അല്ലേ? ആഹാരം കിട്ടിയില്ലേലും വെള്ളം കിട്ടിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് പിടിച്ചു നിൽക്കാം. ഇത് ആഹാരവുമില്ല വെള്ളവുമില്ലാത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പക്ഷെങ്കിൽ അങ്ങനെയുള്ളതായ ജീവിതത്തിന് വളരെ പ്രയാസമേറിയ വേദനകരമായ കണ്ണുനീരിന്റെയായ ഒരു അനുഭവത്തിൽ, ഒരുപക്ഷെ ഏകനായ ഒറ്റപ്പെട്ടതായ അനുഭവത്തിൽ യഹൂദ മരുഭൂമിയിൽ മരുഭൂമിയുടെ അനുഭവം നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല, പല ആവർത്തിയും നമ്മൾ പറഞ്ഞു. മരുഭൂമിയുടെ അനുഭവം വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട അനുഭവമാണ്. അവിടെ തനിച്ചിരിക്കുന്ന ഒരു ഗുരുവിൽ പോലെ മറ്റ് യാതൊരു സഹായവുമില്ലാതെ, മറ്റാരുടെ ഒരു സാമീപ്യമില്ലാതെ യഹൂദാ മരുഭൂമിയിൽ ഉണങ്ങി വരണ്ട അനുഭവങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുമ്പോ ഭക്തൻ ഒരു കാര്യമേ പറയാനുള്ളൂ: ദൈവമേ, നീ എന്റെ ദൈവം. ജീവിതത്തിന് പ്രയാസമേറിയ അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, നമ്മൾ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ ഞാൻ പറയട്ടെ, ആ ദൈവത്തിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയുവാനില്ല. ഉയരങ്ങളിലേക്ക് നോക്കി നെഞ്ചത്തോട് കരം വെച്ചുകൊണ്ട്, ദൈവമേ, നീ എന്റെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലും, എന്റെ ജീവിതത്തിന്റെ ഏത് പ്രയാസകരമായ അനുഭവങ്ങളിലും, എന്റെ ഏത് വേദനകരമായ അനുഭവങ്ങളിലും, ഏത് കണ്ണുനീരിന്റെ അനുഭവങ്ങളിലും, ദൈവമേ, നീ മാത്രമാണ് എന്റെ ആശ്രയം. എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുവാൻ, എന്നെ വിടുവിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ലപ്പാ എന്നാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നത്. തന്റെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിൽ വയ്ക്കുന്ന ഒരനുഭവമാണ് ആ വാക്കുകളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിൽ നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് ഉറപ്പ് പ്രാപിപ്പാൻ, നമുക്ക് ധൈര്യപ്പെടുവാൻ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമാണ്. സ്തുതിക്കാമല്ലോ. നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമാണ്. നമ്മുടെ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല, ഒരനുഗ്രഹങ്ങളുമില്ല, ഒരു വിടുതലും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, അതെല്ലാം ദൈവത്തിന്റെ നടത്തിപ്പാണ്. അതോർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവങ്ങളെ നമുക്കിടയായി തരും നമ്മുടെ ജീവിതയാത്രയിൽ. മരുഭൂമിയുടെ അനുഭവത്തിൽ ഉണങ്ങി വരേണ്ട ഒരു പക്ഷേ പ്രാണഭയത്തിൽ ശത്രുവിനെ പേടിച്ച് ഓടി മരുഭൂമിയുടെ ഏകാന്തതയിൽ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട അനുഭവങ്ങളുടെ നടുവിൽ താനായിരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുക. തന്റെ ദൈവത്തോടുള്ള ഉറപ്പിനെ, തന്റെ പ്രത്യാശയെ തന്നെ ഉറപ്പിക്കുക. ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്ത് ഞാൻ നിന്നെ എനിക്കെപ്പോഴും വായിക്കുന്നോറും പിന്നെയും വായിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് സന്തോഷം നൽകി തരുന്ന ഒരു ഭാഗമാണ്. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ജീവിതത്തിന്റെ താഴ്ചയിലും ഉയർച്ചയിലും, ലോകത്തിലും ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും എല്ലാം, ഏത് ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവം, ദൈവങ്ങളെ, അതിൽ പരമായ ഒരു വിടുതൽ, അതിൽ പരമായ ഒരു അനുഗ്രഹം, അതിൽ പരമായ ഒരു മറുപടി വേറെയില്ല. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായ ഒരു ജീവിതത്തിൽ കാണുവാൻ കഴിയും. വളരെ ചിട്ടയോടും അടുക്കോടും ദൈവഭയത്തോടുമുള്ള ഒരു ജീവിതമാണ് അവർ കാഴ്ചവെച്ചത്. അവരധികാലത്ത് ഉണരുന്നവരായിരുന്നു. ഇല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലേ
ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന കാലഘട്ടങ്ങളിലൊക്കെ ആ സമയങ്ങളിലൊക്കെ അതിനൂടെ കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറങ്ങി ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ അന്ന് ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നുമില്ല അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? വലിയ സെറ്റപ്പുകൾ അന്നല്ലേ വലിയ സെറ്റപ്പുകളൊന്നുമില്ല. ഓലമീൻ്റെ വീടുകളോ അവിടെ ഇവിടെയൊക്കെ ഫ്രണ്ട് ഒരു ഹോള് വാർത്ത് ബാക്കി ഓട് അല്ലെങ്കിൽ ഓല ഇങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിൽ ഷീറ്റിട്ട വീടുകൾ, ഓടുമേഞ്ഞ വീടുകൾ, ഓലമേഞ്ഞ വീടുകൾ, പുല്ലുമേഞ്ഞ വീടുകൾ, ആനവായം എന്ന് പറയുന്ന സൈസിലുള്ള വീടുകൾ. ആർക്ക് വേണേലും എപ്പോൾ വേണേലും കയറി ഇറങ്ങാം, ഇതിലെ വേണേലും കയറാം അല്ലേ? വലിയ കെട്ടുറപ്പില്ല, അടച്ചുറപ്പൊന്നുമില്ല. ചെറ്റ വാതിലുകൾ, ഓലമടഞ്ഞുണ്ടാക്കിയ ചെറ്റ വാതിലുകൾ, തുണി മാത്രം. ചില വീടുകൾ ഞാൻ എന്നെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ, സാരി വാതിലായി മറയായിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുഭവങ്ങളുള്ള ആ കാലഘട്ടങ്ങളിൽ അധികാലത്ത് ഉണരുന്ന ഒരനുഭവം അന്നത്തെ ഭക്തന്മാർക്കുണ്ടായിരുന്നു. 4 മണിയാകുമ്പോൾ, ഏറ്റവും കുറഞ്ഞത് 4 മണിയെങ്കിലും ആകുമ്പോൾ ദൈവസന്നിധിയിൽ ഉണർന്ന് മറ്റുള്ളവരൊക്കെ ഉണരുന്നതിന് മുമ്പ് അത് അവരുടെ എന്തായിരുന്നു? അത് അവർക്കൊരു എന്തോ ഒരു വലിയ ആവേശമായിരുന്നു. ഉണർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു പക്ഷേ അയൽപക്കത്തുള്ളവർ, ചുറ്റുപാടുള്ളവർ ഈ പാട്ട് കേട്ടായിരിക്കും അല്ലെങ്കിൽ ഈ പ്രാർത്ഥന കേട്ടായിരിക്കും ഉണരുന്നത്. അധികാലത്ത് ദൈവമുഖം അവർ അന്വേഷിച്ചു. അവർക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു, എടുത്തു കാണിക്കുവാൻ വലിയ മണിമന്ദിരങ്ങളൊന്നും ഇല്ലായിരുന്നു, ബാങ്ക് ബാലൻസുകളൊന്നും ഇല്ലായിരുന്നു. എല്ലുമുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വളരെ വിയർപ്പൊഴുകി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വേദനജനകമായ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കർത്താവിനെ അവർ സേവിച്ചു. പക്ഷെ ഇന്നില്ലാത്തൊരു ഗുണം, ഇന്ന് ഇല്ലാത്തൊരു ഗുണം അവരിൽ നമുക്ക് ദർശിപ്പാൻ കഴിയും. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവമുഖത്തെ അന്വേഷിക്കുന്ന ഒരനുഭവം ആ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇത് തൽക്കാലം ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരോ എനിക്ക് വേണ്ടി, കഴിഞ്ഞ കാല ഭക്തന്മാർ അല്ലെ ആരോ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ചതിന്റെ, അധികാലത്ത് ദൈവമുഖം അന്വേഷിച്ചതിന്റെ അനന്തര ഫലമായ ദൈവങ്ങളെ ഇന്ന് തൽക്കാലം ഞാൻ അനുഭവിക്കുന്ന നന്മ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവം. പൂർവ്വപിതാവായ അബ്രഹാമിനെ നമ്മളൊന്ന് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്റെ ജീവിതത്തിൽ അധികാലത്ത് ഉണരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അധികാലത്ത് ഉണർന്ന് ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. സ്തോത്രം. കഴിഞ്ഞകാല ഭക്തന്മാരെയൊക്കെ നമ്മൾ പഠിച്ചു. സ്തോത്രം. ഇന്ന് നമുക്ക് സെറ്റപ്പായി, നമ്മുടെ അവസ്ഥയെല്ലാം മാറി അല്ലേ? നമ്മുടെ സ്തോത്രം. മനസ്സിലായോ? എല്ലാ നിലകളും ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഈ അനുഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരു കൂട്ടം ജനം, ഒരു കൂട്ടം ഭക്തന്മാർ ദൈവസന്നിധിയിൽ നിലവിളിച്ചതിന്റെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ, അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയ ആ നന്മയാണ്, ആ അനുഗ്രഹമാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ദൈവവൈദ്യരെ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ മറന്നു പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർക്കത് സെറ്റപ്പ് ഇല്ലായിരുന്നു, ചെറിയ ദൈവവുമായിട്ടുള്ള ഒരു വാസം അവർക്കുണ്ടായിരുന്നു. ദൈവമുഖം അന്വേഷിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് സെറ്റപ്പായി, നമ്മുടെ അവസ്ഥ മാറി, സ്ഥിതി മാറി. ഇന്ന് നമുക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധമില്ല, ദൈവമുഖം അന്വേഷിക്കുന്ന അനുഭവമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ട്രഡീഷണൽ അനുഭവങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകുന്നൊരു ദയനീയ അനുഭവമാണ് ഇന്നിന്റെ ആത്മീയ തലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, അതിന്റെ പാകപ്പിഴകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പാകപ്പിഴകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഇന്നത്തെ കൂട്ടല്ല, അണുകുടുംബങ്ങളല്ല.
ഒരു വീട്ടിൽ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, 10, 12 മക്കൾ, ഒരു ഡസനാണ് ഏറ്റവും കുറഞ്ഞത്. 10, 8, 7, 12 ഇങ്ങനെയൊക്കെ മക്കളാ. ആലോചിച്ച് നോക്കിക്കേ. അത്രയും കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഒരു മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരുന്നു, ദൈവസന്നിധിക്ക് കീഴ്പ്പെടുന്നവരായിരുന്നു. ഇന്ന് മാറി, ഇന്ന് നിലവാരം മാറി, ഇന്ന് സെറ്റപ്പായി. ഇന്നത്തെ തലമുറയെ അനുസരിപ്പിക്കുവാൻ മാതാപിതാക്കൾ ഉച്ചുകുത്തി മറിയുക. സർക്കസുകാരനെ പോലെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ്. എവിടെ എവിടെ അനുസരണം? എവിടെ ദൈവഭയം? ദൈവമക്കളെ, സെറ്റപ്പ് വന്നതിന്റെ അനന്തര ഫലമായത്, ദൈവത്തെ അന്വേഷിക്കാൻ കഴിയാത്തതിന്റെ, കർത്താവാക്കൾ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ അനന്തര ഫലമോ തലമുറ ദൈവത്തെ അറിയാതെ പോകുന്നതിന്റെ അനുഭവം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ നാളുകളിലൊന്ന് മടങ്ങി വരുമോ? കഴിഞ്ഞ ആത്മീയ അനുഭവത്തിലേക്കൊന്ന് മടങ്ങി വരുമോ? അച്ഛൻ പറയുന്ന പോലെ അധികാരത്തെ ദൈവം അന്വേഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരാത്മീയ അനുഭവത്തിലേക്ക് ഈ കാലഘട്ടങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ ദൈവങ്ങളെ നമുക്കിടയായി തീരട്ടെ. ഇന്ന് സമയം പോകുന്നു, നേരം വെളുക്കുന്നു, നമ്മൾ അറിയുന്നില്ല, ഒന്നും നമ്മൾ അറിയുന്നില്ല. 8 മണി 9 മണി ആവുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, നേരം വെളുത്തായിരുന്നു അല്ലേ? ദൈവങ്ങളെ, നമ്മുടെ അവസ്ഥ മാറി, നമുക്ക് സെറ്റപ്പായി. അതിന്റെ അനന്തര ഫലമായത് മറന്നു പോകരുതേ, മറന്നു പോകരുതേ. നമ്മുടെ ദൈവം ജീവിക്കുന്നു. സംഗീതക്കാരൻ വിളിച്ചു പറയുന്ന നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ദൈവത്തിന്റെ വൈദ്യുതി നമ്മുടെ ഒരു ഗുണവിശേഷങ്ങളുമല്ല, നമ്മുടെ ആത്മജീവിതത്തിന്റെ ശ്രദ്ധതയല്ല, ദൈവത്തിന്റെ ദയ, അവന്റെ കരുണയോ. ഇന്ന് ഞാനും നീയും അവന്റെ വൽക്കാരുടെ ആയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാതെ ദൈവത്തിന്റെ ദീർഘമായ ക്ഷമയും മാറ്റമില്ലാത്ത ദൈവം നിത്യമായി നിലനിൽക്കുന്ന കരുണയുമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് പതിലിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിലെ കർത്താവിൽ നിന്ന് അകലം വിട്ടു പോകരുതേ, ദൈവത്തിൽ നിന്ന് അകലം വിട്ടു പോകരുതേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആളുകൾ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ, അവനോട് ചേർന്നിരിപ്പാൻ, അവനോട് ചേർന്ന് പറ്റുവാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഹലോ, അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിലല്ല, അതോ അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിലല്ല ഭക്തനായിരിക്കുന്നത്. പ്രതികൂലത്തിന്റെ തീച്ചുട അനുഭവത്തിൽ അധികാലത്തെ എഴുന്നേറ്റ് ചെയ്യാം, ദൈവമുഖം അന്വേഷിക്കുക. യെസ്, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ പൈതലേ, മരുഭൂ സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ, വരൾച്ചയുടെ എങ്ങും ഒരു ആശ്വാസം പ്രാപിക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടാണോ നീ കടന്നു പോകുന്നത്? നിന്റെ ജീവിതം മരുഭൂ സമാനമായ അനുഭവമാണോ? ഇന്ന് വൽക്കാൽ സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത അനുഭവമാണോ? ഇന്ന് വൽക്കാൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയാം, അതിരാവിലെ എഴുന്നേറ്റ് ദൈവവും അന്വേഷിക്കുവാൻ നീ തയ്യാറായാൽ, അവൻ കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ ഇടയായാൽ, പറയട്ടെ, നിന്റെ സ്തുതി മാറും, നിന്റെ അവസ്ഥ മാറും. ദൈവത്തിന്റെ അനുഗ്രഹിക്കാൻ ഇടയായി തീരും, അല്ലാതെ വേറെ വഴിയില്ല. നിന്റെ വരവിയുടെ അനുഭവം മാറണമോ? വരന്റെ അനുഭവം മാറണമോ? ദൈവവേദനയെ ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവം നിന്നുണ്ടാകണം. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി, യെസ്, കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി
ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ പൊതുവലത്തെ അനുഭവം മാറണം. ആത്മീയ ജീവിതത്തിലെ പൊതുവലത്തെ അനുഭവം മാറണം. ദൈവത്തോട് ചേർന്ന് വസിക്കണം. അവനെ മുറുകെ പിടിക്കണം. അനുദിനവും ദൈവമുഖത്തേക്ക് നോക്കണം. തിരുവചനം വിളിച്ചു പറയുന്നു, ആമേൻ ആമേൻ ആമേൻ, യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. യെസ്, ആർക്കാ സഹിതം ഉണ്ടാകുന്നത്? യെസ് പറഞ്ഞാട്ടെ, ആർക്കാ യഹോവയുടെ സഹിതം ഉണ്ടാകുന്നത്? തന്റെ യഹോവയുടെ ഭക്തന്മാർക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? എല്ലാവർക്കും ഇത് ലഭിക്കത്തില്ല. എല്ലാവർക്കും ഇത് ലഭിക്കാൻ പ്രയാസമാ. ആമേൻ, തന്റെ സഹിതം ഉണ്ടാകുന്നത് തന്റെ ഭക്തന്മാർക്ക്. അത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, വെള്ളത്തിൽ ചാടിയതുകൊണ്ട് നമുക്കെല്ലാം ഫിനിഷായി പൂർത്തീകരിച്ചെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നമ്മെ പോലെ ബുദ്ധിഹീനർ മറ്റാരുമില്ല. നമ്മളെ പോലെ ബുദ്ധിഹീനർ മറ്റാരുമില്ല. നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് കർത്താവിനോട് താതാമ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ വിശ്വസ്ത സാക്ഷികളായി നമ്മുടെ ആത്മീയ ജീവിതത്തെ സൂക്ഷിപ്പാൻ ദൈവങ്ങളെ നമുക്കിടയായി തീരണം. അത് സാധിച്ചില്ലെങ്കിൽ വളരെ പ്രതിസന്ധിയാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഞാൻ പെട്ടെന്ന് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭക്തൻ വിളിച്ചു പറയുന്നു, അവൻ ദൈവമേ നീ എന്റെ ദൈവമാ. ഉറപ്പ് നമുക്കത് കാണുവാൻ കഴിയും. അധികാലത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യും? വായിച്ച സങ്കീർത്തനം 14:2 വായിക്കാം. അതുപോലെ സങ്കീർത്തനം 119 2ഉം 10ഉം വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വായിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്നവനാരാ? ബുദ്ധിമാൻ അല്ലേ? നമ്മൾ പറയും ആടാ പുള്ളി റോക്കറ്റിന്റെ ഒരു ഭാഗം ആ പുള്ളിയെ കണ്ടുപിടിച്ച്. പുള്ളി നല്ലൊരു സയന്റിസ്റ്റാണ്, നല്ലൊരു ശാസ്ത്രജ്ഞനാണ്, പുള്ളി വലിയ ബുദ്ധിമാനാണ് അല്ലെ? ഇന്ന പുള്ളിയാ ഇന്ന മരുന്ന് കണ്ടുപിടിച്ച് ഇന്ന രോഗത്തിനുള്ള ഭയങ്കര ബുദ്ധിമാനാണ്. ഇന്റലിജൻസ് അല്ലേ? ഭയങ്കര ബുദ്ധിമാനാണ്. അതെല്ലാം ഞാൻ പറയട്ടെ, ലോകപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ. യഥാർത്ഥ ബുദ്ധിമാൻ ആരാ? ദൈവത്തെ അന്വേഷിക്കുന്നവനാ ബുദ്ധിമാൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ജ്ഞാനികൾ സ്തോത്രം മരിക്കുകയും മൂഢന്മാർ അല്ലേ എന്ന് വാക്യം നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഏത് വലിയ ജ്ഞാനിയായാലും എന്താ ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ അവനെ ജ്ഞാനം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ജ്ഞാനത്തിന്റെ ഒന്നാമത്തെ പടി. ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അക്ഷരാഭ്യാസമില്ല, വിദ്യാഭ്യാസമില്ല, സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല പലരും. പക്ഷെ അവരെ പോലെ ജ്ഞാനികൾ വേറെ ഇല്ലായിരുന്നു. ഇത് എവിടുന്ന് കിട്ടിയതാ? ലോകത്ത് നിന്നൊന്നും കിട്ടിയതല്ലേ? അവർക്ക് തിരുവചനം ധ്യാനിച്ചു പഠിച്ച് അല്ലേ കർത്താവ് കൊടുത്ത ജ്ഞാനമാണ്. മനസ്സിലായോ? ഇതല്ല അത്ഭുതിയെ ചെയ്യുന്ന ജ്ഞാനിയാക്കുന്ന തിരുവഴുത്ത. ഇത് മാറ്റിവെച്ചിട്ടാ നമ്മൾ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ പുറകെ പോകുന്നത്. ശരിയല്ലേ? ഇതങ്ങോട്ട് മാറ്റിവെച്ചിട്ടാ നമ്മൾ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ പുറകെ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ പോലെ ബുദ്ധിഹീനർ മറ്റാരുണ്ട്? അല്ലെ ദൈവത്തിന്റെ പൈതലെ, ഇതാ നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലേ ഇത് മനനം ചെയ്താൽ, ഹല്ലേലൂയ, ഇത് നീ വായിച്ച് ധ്യാനിച്ചാൽ, ഇത് നീ പഠിച്ചാൽ, ഇത് നിന്നെ ജ്ഞാനിയാക്കി ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ, അല്ലേ നിങ്ങളെക്കാൾ നിന്നെ ഒരുക്കുവാൻ നമ്മൾ എവിടെയായിത്തീരും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇത് കൈകാര്യം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്. മറ്റെന്തിനും നമുക്ക് ഒക്കും ഇല്ലേ? ഞാൻ രാവിലെ പൈതലിനെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. സമയം കഥാർന്ന സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പാഠമാണ് ടൈം മാനേജ്മെന്റ്. നമുക്ക് പലപ്പോഴും മണിക്കൂറുകൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ലോകത്തിൻ്റെ
തുമ്പിലിരിക്കുന്ന ലോകത്തെ ഇങ്ങനെ തള്ളിവിടാം അല്ലേ? ഇങ്ങനെ നമുക്ക് എത്ര മണിക്കൂർ ഉറക്കം വരുമോ? അയ്യോ ഒന്ന് കണ്ടപ്പോഴത്തേക്കും അടുത്ത് എന്തുവാ നമ്മളില്ല എന്തോ ആവേശത്തോടെ തള്ളുന്നല്ലേ? നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇല്ലേ? ഉറക്കം വരുമോ? എവിടെ? ഇനി നമ്മൾ വീട്ടുകാരെ മുന്നിൽ ഇരുന്നാലോ ഉറക്കം വല്ലതും വരുമോ? അയ്യോ ഇന്നല്ല അല്ലേ, ഇന്നല്ല പ്രോഗ്രാം. നമ്മൾ മണിക്കൂർ സമയം പോകുന്നതേ നമ്മൾ അറിയത്തില്ല. 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കോട്ടുവായ ആദ്യം വരുന്നേ ഇല്ലേ? ഏതാണ്ട് ഭയങ്കര സംഭവത്തെ നമ്മൾ ബേസ് ചെയ്ത് നോക്കാം ഇല്ലേ? കോട്ടുവായില്ല തുടങ്ങുന്നേ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ. ബൈബിൾ വായിക്കാൻ ഒന്ന് എടുത്തേ. എനിക്കൊന്ന് പലരും ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി ആയിരിക്കും ബൈബിള് തുറക്കുമ്പോഴേ ചെയ്യും. നമ്മൾ പ്രത്യേക വിമർശനത്തിലേക്ക് പോവുക. ശരിയല്ലേ? ശരിയല്ലേ? ഏതുറങ്ങാത്ത പുള്ളിയും ഇതെടുത്ത് തുറന്നു കഴിയുമ്പോൾ ചെയ്യും. അങ്ങനൊരു കാലഘട്ടത്തിലേക്ക് മാറി ഇത് ഇല്ലേ? ബൈബിൾ വായിക്കാൻ ഇരുന്ന് അന്നേരം ഉറക്കം വരും. എവിടുന്നാ നിറത്തിലേക്ക് കോട്ട് വായിക്കാൻ അല്ലേ? അന്നേരം ഉറക്കം അല്ലേ? ബൈബിൾ വായന, പ്രാർത്ഥന, ഇതൊക്കെ എന്താ ഈ കാലത്തൊരു ഉറക്കത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ മാറ്റി തള്ളിവിട്ടു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. എന്താ കാരണം? നമുക്ക് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് മറ്റു പല കാര്യങ്ങൾക്കുമാണ്. നമുക്ക് ഇതിനേക്കാൾ ജാഗ്രത, ഇതിനേക്കാൾ ഇൻട്രസ്റ്റ് ലോകപരമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾക്ക്. ദൈവമക്കളെ, എന്നോട് സ്തോത്രത്തിൽ ആരും പണങ്ങരുത്. നമ്മൾ ഇവിടുത്തെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഇന്ന് ആഗോള തലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് ആത്മാവ് നൽകുന്ന ഈ ആലോചന. ഇന്ന് ഇതാണ് നടക്കുന്നത്. നമുക്ക് ആ സീരിയസ് അങ്ങ് പോയി. ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ സീരിയസ് എന്ത് ചെയ്തു? നമുക്കെങ്ങോ നഷ്ടമായി. ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെ ചെന്നെത്തും? ഞാൻ പറയട്ടെ, നിസ്സാരമായി തള്ളിവിടുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. വളരെ കാര്യഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ മാതൃകപരമായ ജീവിതം നയിച്ചില്ല എങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ മാതൃകയായി നിന്നില്ല എങ്കിൽ, നമ്മുടെ തലമുറ ഒരിക്കലും കൃപയിൽ നിൽക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ഞാനൊരു സത്യം തുറന്നു പറയുകയായിരുന്നു പകലിൽ. നമ്മുടെ തലമുറയ്ക്ക് നമ്മളാണ് റോൾ മോഡൽ. നമ്മളെ അവർ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കുന്നുവോ, ആത്മജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ ആയിരിക്കുന്നു, അതാ അവർ പകർത്തുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ, ബൈബിൾ വായിക്കുന്നതിൽ, പ്രാർത്ഥനയിൽ സഹകരിക്കുന്നതിൽ നമ്മൾ നിരുത്സാഹികളാണെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞുങ്ങൾ ഉത്സാഹികളാകെയില്ല, അല്ലെ നമ്മുടെ തലമുറ ആകത്തില്ല. കാരണം ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മളും നമ്മുടെ തലമുറയായിരിക്കുന്നത്. ദൈവമക്കളെ, ഇതിൽ നിന്ന് ഒരു മടങ്ങിവരവ് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ സമയവ്യത്യാസങ്ങൾ കൂടാതെ, അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ അവ നോക്കാതെ, ഏതൊരു അവസരത്തിൽ ദൈവമോത്തേക്ക് നോക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവം നമ്മളിൽ വർദ്ധിക്കട്ടെ. അതിനായി ദിവസങ്ങളൊന്ന് ഒരുക്കപ്പെടുവാൻ നമുക്കിടയാകട്ടെ. അല്ലെ, ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങള് ബാഹ്യമായിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ പൊടിയല്ലേ, എൻ്റെ മുത്തല്ലേ, അവൻ പറഞ്ഞതല്ലേ, എങ്ങനെയാ ചെയ്യാതിരിക്കുന്നത്, അവൾ പറഞ്ഞതല്ലേ, എങ്ങനെയാ മേടിച്ചു കൊടുക്കാൻ, നമ്മൾ എന്ത് ചെയ്യും? മേടിച്ച് കൊടുക്കും. നമുക്ക് അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നാൽ ആത്മീയ നിലവാരത്തിൽ എൻ്റെ കുഞ്ഞ് എത്രത്തോളം ആയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് എത്രത്തോളം അതിന് ജാഗ്രതയുണ്ട്. പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെയും തട്ടി ഉണർത്തി, മക്കളെ വാ,
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ദാനമാ. ഇന്ന് ദൈവികമായ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ച് നമ്മൾ ഉത്സാഹിച്ച് ദിവസത്തെ മുഴങ്ങാൻ മടക്കിയാൽ അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ വേറെ കാണത്തില്ല. അങ്ങനെയാണ് ആലോചനയാണ് നൽകുന്നത്. അതിൽ പരം അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ജീവിതത്തിൽ വേറെ കാണത്തില്ല. അതാ കുഞ്ഞുങ്ങൾ മാതൃകയാക്കും, അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കും. ലോകത്തിന്റെ ഏത് കോണിൽ അവർ പോയാലും അവർക്ക് കിട്ടിയ ശിക്ഷണം, അവർക്ക് കിട്ടിയ മാതൃകപരമായ ആത്മീയ ജീവിതം അവർ കാത്തു സൂക്ഷിപ്പാൻ ഇടയായിത്തീരും. അത് നമ്മളിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മളിൽ നടക്കാതെ തലമുറയിൽ നടക്കണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഞാൻ പറയട്ടെ, ഒരിക്കലും അത് സാധ്യമല്ല. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഈ തലമുറ തമ്മിൽ മാതൃകമായ ജീവിതം നയിച്ച് ദൈവത്തിലെ നിത്യതയുടെ പ്രാധാന്യത്തെ കുറിച്ച് ആത്മീയ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി അവരെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കിടയായി തീരണം. ഇല്ലായെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് അവർ ഫേസ് ചെയ്യുന്ന. നമ്മൾ ആയിരുന്ന ഒരു പശ്ചാത്തലമല്ല, നമ്മുടെ ബാല്യകാലമായിരുന്നല്ലേ, നമ്മുടെ കൗമാരപ്രായമായിരുന്ന ഒരു പശ്ചാത്തലത്തിലല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഒരു വല്ലാത്ത ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും. നമുക്ക് എത്രത്തോളം മാതൃകയായി ജീവിപ്പാൻ കഴിയുമോ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ കഴിയുമോ, ആ നിലയിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നമുക്ക് അതിലേക്ക് ആഹ്വാനം ചെയ്യുവാനും കഴിയത്തുള്ളൂ. ഇല്ലേ അവരെന്ത് ചെയ്യും? പണ്ടത്തെ തലമുറയില്ല. പണ്ടത്തെ തലമുറ ദൈവത്തെ ഭയപ്പെടുകയും മാതാപിതാക്കളെ ഭയപ്പെടുകയും അനുസരിക്കുകയും കീഴ്പ്പെടുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുകയും അവരെ എന്തില്ല അമ്മ മറുത്തൊന്നും പറയത്തില്ലായിരുന്നു. ഇന്നത്തെ തലമുറ അങ്ങനെയാണോ? അങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് ഇങ്ങോട്ട് പ്രതികരിക്കും. അങ്ങോട്ടൊരു വാക്ക് പറഞ്ഞതിന് മുമ്പ് 4 വാക്ക് ഇങ്ങോട്ട് പ്രതികരിച്ചിരിക്കും. അതുകൊണ്ട് വളരെ ഭയത്തോടെ ദൈവകൃപയിൽ നിന്ന് മാതൃകപരമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം. അപ്പൊ അതിരാവിലെ ദൈവസേന ഉണരുന്ന അനുഭവം അനേക തിരുവചന ഭാഗങ്ങൾ വായിക്കുവാനുണ്ട്. സമയം വളരെ മുന്നോട്ട് പോകുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഭക്തൻ പറയുന്നു, അതിരാവിലെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? അന്വേഷിക്കും. മാത്രമല്ല അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ ഉള്ളം നിനക്കായി എറിയുക. അതാ എന്റെ പ്രാധാന്യം. അവിടെയാണ് എന്റെ പ്രാധാന്യം. എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഭാഗ്യപരമായ ലോകപരമായ എന്തെല്ലാം ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ ദാഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു സാമീപ്യത്തിനു വേണ്ടി, മറ്റാരുടെയെങ്കിലും ഒരു സഹായത്തിനു വേണ്ടി അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ദാഹിക്കുന്നത്. ഞാൻ നിനക്കായ ദാഹിക്കുന്നത്. നീ എന്റെ അരികിൽ വന്നല്ലാതെ, നീ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടല്ലാതെ, നീ എന്റെ വിഷയത്തിന്മേൽ ഇടപെട്ടല്ലാതെ, അല്ലെ നീ എനിക്ക് മറുപടി തന്നല്ലാതെ ഞാൻ സംതൃപ്തനാകയില്ല. എനിക്ക് സംതൃപ്തി പ്രാപിപ്പാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുക. എന്റെ ഉള്ളം ആശ്വാസം പ്രാപിക്കണമെങ്കിൽ, എന്റെ ഉള്ളം തണുക്കണമെങ്കിൽ, എന്റെ ഉള്ളം സംഗീതമായ എന്റെ ഉള്ളം തണുക്കണമെങ്കിൽ ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് കൂടിയേ കഴിയത്തുള്ളൂ. എത്ര പേർ ആഗ്രഹിക്കും? എത്ര പേർ ഇന്ന് മകളിൽ ആ സാമീപ്യം, അല്ലെങ്കിൽ എത്ര പേർ ആഗ്രഹിക്കും കർത്താവേ നിന്റെ സാന്നിധ്യം എന്നെ വെളിപ്പെടുത്തണമേ. അതാണ് ആഗ്രഹിക്കേണ്ടത്, അതാണ് ആഗ്രഹിക്കേണ്ടത്, അതാണ് വാഞ്ചിക്കേണ്ടത്. എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ദാഹം നമുക്ക് എത്ര പേർക്കുണ്ട്? അല്ലേ? ഈ ദാഹം നമ്മളിൽ എത്ര പേർക്കുണ്ട്? നമ്മുടെ ഉള്ളം എത്രത്തോളം കർത്താവിനായിട്ട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട് ദാഹിക്കുന്നുണ്ട്? ദൈവമക്കളെ, നമ്മുടെ ഉള്ളം അങ്ങനെ ദാഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ പശ്ചാത്തലം മാറും, നമ്മുടെ ആത്മീയ നിലവാരം മാറും, പ്രാർത്ഥനാ ജീവിതം മാറും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആള് മാറിയവരായി തീരും. അങ്ങനെ ഒരു ദാഹം നമുക്കുണ്ടെങ്കിൽ. മനസ്സിലായോ? സ്തോത്രം.
അതിനധികമായി പല ചിന്തകളിൽ അമ്മ ചിന്തയിൽ തരികയാണ് അമ്മയെ സ്തോത്രം. പക്ഷേ അമ്മ എല്ലാം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അമ്മ മിന്നത്തെ ദൈവാത്മാവ് അമ്മയെ അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദാഹം എന്തിനു വേണ്ടിയാ? നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ് അല്ലേ? പലരോടും ചോദിച്ചാൽ വ്യത്യസ്തമായ മറുപടി ആയിരിക്കും പലർക്കും തരാനുള്ളത്, പറയാനുള്ളത്. സ്തോത്രം. എന്നാൽ ഇന്ന് വൽക്കാലം ഈ ഭക്തൻ പറയുന്നു, ഞാൻ അധികാലത്ത് നിന്നെ അന്വേഷിക്കുക, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുക, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കും. നിന്റെ സാന്നിധ്യമില്ലാതെ, നിന്റെ നിന്റെ സാന്നിധ്യമില്ലാതെ ദൈവമേ അവ എനിക്ക് ഒരാശ്വാസവും പ്രാപിപ്പാൻ കഴിയത്തില്ല. അവൻ നീ എൻ്റെ വിഷയത്തിന്മേൽ ഇടപെട്ടല്ലാതെ നീ എനിക്കായി എഴുന്നേറ്റല്ലാതെ, നീ എനിക്കായി വെളിപ്പെട്ടല്ലാതെ, എൻ്റെ വിഷയത്തെ നീ ഏറ്റെടുത്തല്ലാതെ അവ എൻ്റെ ഉള്ളത്തിന് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ വാഞ്ച, കർത്താവിന്റെ സാന്നിധ്യത്തിനായിട്ടുള്ള വാഞ്ച എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം അല്ലേ? എത്ര അനുഗ്രഹിക്കുന്ന അനുഭവമാണ്. നലശ്രുതി പ്രഭാതം എല്ലാവരും ഉണരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കപ്പാ, എൻ്റെ ഉള്ളിലേക്ക് അവിടുന്ന് വരണമേ, എൻ്റെ സമീപത്തേക്ക് അവിടുന്ന് വരണമേ, അവ എൻ്റെ വിഷയത്തെ ഒന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ കർത്താവേ. അവ ആശ്വാസം അറ്റുപോയ എൻ്റെ അനുഭവത്തെ ഒന്ന് മാറ്റണമേ. ഹല്ലേലൂയ കർത്താവേ. എൻ്റെ ഉള്ളത്തെ തണുപ്പിക്കണമേ, എൻ്റെ ഉള്ളത്തെ ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. അതെത്രയോ ആശ്വാസകരമായ അനുഭവം അല്ലേ? അവ സങ്കീർത്തനം 119:2-10 വാക്യങ്ങളോട് പെട്ടെന്ന് വായിക്കാം. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ എങ്ങനെയായിരിക്കണം? അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച, സാക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്, അവന്റെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. പ്രമാണത്തിൽ നിന്നുകൊണ്ട് അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ. എങ്ങനെയാ ദൈവത്തെ അന്വേഷിക്കേണ്ടത്? അയ്യോ, പൂർണ്ണ ഹൃദയത്തോടാട്ടോ. തമ്പിയുടെ ഹൃദയവും കൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ ഒക്കത്തില്ല കേട്ടോ. തമ്പിയുടെ ഹൃദയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയത്തില്ല. ആ സാമീപ്യത്തെ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെല്ലാം മാറി നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അപേക്ഷിപ്പാൻ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവനെങ്കിലേ അവന് നമ്മുടെ ഉള്ളത്തെ സന്തോഷിപ്പിപ്പാൻ, ആശ്വസിപ്പിപ്പാൻ, തണുപ്പിപ്പാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തമ്പിയുടെ ഹൃദയമായിരിക്കുന്നിടത്തോളം കാലം തമ്പുരാൻ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അതിനകത്ത് പലരും വാസം ചെയ്യുക അല്ലെ? അതിനകത്ത് പലരും നമ്മൾ അറിഞ്ഞു അറിയാതൊക്കെ എന്താ അതിനകത്ത് കയറി ഇരിക്കുക. അത് മാറണം. അത് മാറി നമ്മുടെ ഹൃദയം എന്താവണം? ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ്. ഭക്തൻ പ്രാർത്ഥിച്ചില്ലേ? നിഷ്കളമായ ഒരു ഹൃദയം എന്നെ ശ്രദ്ധിക്കും, സ്ഥിരമായ ആത്മാവിനെ എന്നെ പുതുക്കണം. നിർമ്മലമായ ഒരു ഹൃദയം, പൂർണ്ണ ഹൃദയം, അപൂർണതകളൊന്നുമില്ലാത്ത നിർമ്മലമായ ഒരു ഹൃദയത്തിന് ഉടമയായി നിന്നുകൊണ്ട് കർത്താവേ ആമേൻ സ്തോത്രത്തിന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ എന്ന് ദൈവത്തിലെ നീ പ്രാർത്ഥിച്ചാൽ, നീ അപേക്ഷിച്ചാൽ തമ്പുരാൻ നിന്റെ ഉള്ളത്തെ തണുപ്പിക്കും, തമ്പുരാൻ നിന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കുന്നതും അഭിനയ സ്തോത്രം. പറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല, മറക്കത്തില്ല. പക്ഷെ ഇതെല്ലാം ഒരു വ്യവസ്ഥയുണ്ട്. ഒരു ദൈവത്തെ സംബന്ധിച്ച് എല്ലാം ഒരു വ്യവസ്ഥയുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ. അപൂർണത ഒന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. എപ്പോഴും ദൈവം പൂർണ്ണനായതുകൊണ്ട് പൂർണ്ണതയെ ഇഷ്ടപ്പെടുന്നത്. അബ്രഹാമേ സ്തോത്ര, യാഗത്തിന്റെ തത്വങ്ങൾ അറിയാം. അബ്രഹാമിന് നാളുകളായി യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുക.
നീ ശുദ്ധീകരിക്കേണ്ടതിനെ എല്ലാം ശുദ്ധീകരിക്കണം. അത് ദൈവം വെച്ച പ്രമാണം, ദൈവത്തിൻ്റെ കണ്ടീഷനാണ്. അവിടെ ചെറുതൊന്നോ വലുതൊന്നോ ഒന്നുമില്ല. ചെറുതായാലും വലുതായാലും അതിനെ യാഗത്തിന്റെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം? അതിൻ്റെ അശുദ്ധി നീക്കി മാത്രമേ യാഗപീഠത്തിൽ നീ വെക്കാവൂ. ചെറുതല്ലേ, പൊട്ടല്ലേ, പൊടിയല്ലേ, കുഴപ്പമില്ല, സൈഡിൽ കൂടെ പോക്കോളൂ അല്ലേ? നമ്മൾക്ക് ഭയങ്കര അത് സൈഡിൽ കൂടെ പോകും. ഇവിടെ ആരും സൈഡിൽ കൂടെ പോകുന്ന ഒരു സൈഡിൽ കൂടെ പോകത്തില്ല അല്ലേ? അത് തമ്പുരാനെ ഇല്ലേ? വളരെ ലാഘവത്തോടെ അത് ആണോ? അങ്ങനാണോ? ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിന് ചെറുതെന്നും വലുതെന്നും പറഞ്ഞ് തരംതിരിച്ചുള്ള എന്തെങ്കിലും ആമേശു പാപത്തിന്റെ ഇതുണ്ടോ? കാറ്റഗറി ഉണ്ടോ? അയ്യോ, തിരുവചനം പറയുന്നു, സ്വന്തം സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ പോലും നീ ആരാ? നീ ന്യായാധിപ സഭയുടെ മുൻപാകെ രോഗം ചെയ്തില്ല, അവനെ ഒന്നും കവർന്നെടുത്തില്ല, മറ്റൊരു ദോഷം ചെയ്തില്ല, അവനെ നിസാരനായി കണ്ടു. നിന്റെ സഹോദരനെ നിസാരനായി കണ്ടു. അവനെ എന്തോ ഗണിക്കാൻ, അവനെ എന്തോ ഗവനിക്കാൻ അല്ലേ? അവളെ എന്തോ ഗവനിക്കാൻ, എന്തോ അവളെ എന്തോ അമ്മ കാണാൻ അല്ലേ? നിസാര എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നീ എവിടെ നിൽക്കും? ന്യായാധിപ സഭയുടെ മുന്നിൽ നിൽക്കും. പോകാനൊക്കത്തില്ല. അയ്യോ, ദൈവസന്നിധിയിൽ പോകാനൊക്കത്തില്ലെന്ന് അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയെങ്കിൽ ചെറുതോ വലുതോ ഒന്നുമില്ല. ഉറുപ്രാവാണേലും അതിനെ നീ എന്ത് ചെയ്യണം? യാഗത്തിന്റെ നിയമം അനുസരിച്ച് നീ അതിനെ വളർന്ന് അതിന്റെ അശുദ്ധി നീക്കി അതിനെ ശുദ്ധീകരിച്ച് അതിനെ കഴുകി വൃത്തിയാക്കി വേണമെന്ന് എവിടെ? യാഗപീഠത്തെ വെക്കാൻ. ദൈവത്തിന്റെ വ്യവസ്ഥ അതാ. അപ്പൊ പൂർണ്ണതയാ ദൈവം ഇഷ്ടപ്പെടുന്ന. അപൂർണതയൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. വേണ്ട. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുന്നവരാരാ? ഭാഗ്യവാന്മാർ. നമ്മുടെ കരങ്ങളിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൽക്കാലം ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഏതവസ്ഥയിലാവണ്ടേ? പറ ഇതിൽ പറഞ്ഞു ആരെങ്കിലും. നമ്മൾ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. നമ്മൾ ഏത് അനുഭവത്തിലായിരിക്കുന്നേ? പൂർണ്ണ ഹൃദയത്തോടെ. ഇതുപോലെ ഒത്തിരി പ്രസംഗമൊന്നും കേട്ടിട്ട് ദൈവങ്ങളെ കഥയൊന്നുമില്ല. ഒത്തിരി പ്രസംഗമൊന്നും കേട്ടിട്ട് വലിയ കഥയൊന്നുമില്ല. ഇത് പൽക്കാലം ദൈവസ്ഥിതി നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ഹൃദയത്തെ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. ഏതെങ്കിലും നിലവാരത്തിൽ അപൂർണമായിരിക്കുന്ന എന്തെങ്കിലും അനുഭവം എന്റെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. അപൂർണമായിരിക്കുന്ന എന്തെങ്കിലും അനുഭവം എന്റെ ജീവിതത്തിലുണ്ടോ? കർത്താവേ, നീ ആത്മാവേ എന്നെ അത് ബോധ്യപ്പെടുത്തണമേ. മറന്നിരിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ, എന്റെ ഓർമ്മയിൽ വിട്ടുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവേ എന്നെ ഓർമ്മപ്പെടുത്തണമേ. ദൈവത്തിലെ പൂർണ്ണ ഹൃദയത്തോടെ തിരുമുഖം അന്വേഷിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നോക്കുവാൻ ഇന്ന് പകലിൽ നമുക്കിടയായി തീരട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഭാഗ്യവാനാ, നമ്മൾ ഭാഗ്യവതികളാ. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം നമ്മൾ കടന്നു വന്ന് വെറുതെ നമ്മൾ മടങ്ങി പോകുന്നില്ല. ദൈവാനുഗ്രഹം പ്രാപിച്ചു മാത്രമേ നമ്മൾ മടങ്ങി പോകത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് പൽക്കാലം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പാ, എന്നെ ഒന്ന് പരിശോധിക്കണമേ, എന്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ. ഹല്ലേലൂയ. എന്നെ ഒന്ന് പരിശോധിക്കണമേ. എത്ര പേർക്ക് ദൈവകരങ്ങളിൽ ഇന്ന് പൽക്കാലം ഒന്ന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. മനുഷ്യൻ പലതും പറയും, നമ്മെ നോക്കി പലതും പറഞ്ഞെന്നിരിക്കാം. മനുഷ്യൻ പല നിലയിൽ നമ്മെ വ്യാഖ്യാനിച്ചെന്നിരിക്കാം. പല നിലയിൽ ചിത്രീകരിച്ചെന്നിരിക്കാം. ദൈവത്തിന്റെ പൈതലേ, നീയും നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ഹൃദയം ദൈവത്തിൽ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്.
സാധ്യമായി തീരട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ മാറ്റം നമുക്ക് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അനാദികത്തിന്റെ പരിശുദ്ധമാകുന്ന കാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അല്ലെങ്കിൽ അനേക തിരുവചന ഭാഗങ്ങൾ വായിക്കുവാനുണ്ട്. ആമേൻ. സങ്കീർത്തനം 19-ന്റെ 34-ന്റെ 9-10 വാക്യങ്ങൾ, സങ്കീർത്തനം 9-10 വാക്യങ്ങൾ, ഹല്ലേലൂയ സന്ദേശവാക്യം 8-17. ഇതെല്ലാം ഹല്ലേലൂയ സ്തോത്രം ഇതിനോട് ചിന്തിച്ച് ആമേൻ നമ്മെ വായിക്കേണ്ട ഭാഗങ്ങളാണ്. അധികാരത്തിലുള്ള അന്വേഷണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ആമേൻ അതിരാവിലെ ആമേൻ നിന്നു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു താൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്ന് നമുക്ക് കാണുവാൻ ഉൽപ്പത്തി 21-14, 22-3, ന്യായാധിപന്മാർ 6-38, 1 15-ന്റെ ഹല്ലേലൂയ സ്തോത്രം 4, ആമേൻ ഇര്മിയാവ് 7-ന്റെ ആമേൻ 13 മുതൽ 25 വരെ, മർക്കോസ് 16:2. ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇവിടെ എല്ലാം അധികാലത്തെ എണ്ണിച്ച അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മർക്കോസ് 16:2 അവിടെ ഒരു സഹോദരിയെ നമ്മൾ കാണുന്നുണ്ട്, മറിയ. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൾ യേശുവിനെ അന്വേഷിച്ചു പോയി. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ഒരു സ്ത്രീക്ക് വിലക്കുള്ള ഇടത്തേക്ക്, ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ലാത്ത ഒരു ഇടത്തേക്ക് അവിടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പിയ ആ ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, അവളെ വിലക്കുകളെല്ലാം ലംഘിച്ച് അതിരാവിലെ യേശുവിനെ അന്വേഷിച്ചു പോകുവാൻ ഇടയായിട്ട് ദൈവത്തിലെ വാസ്തവമായി ദൂത് വിളിച്ചു പറയട്ടെ. നിന്റെ ഉള്ളിൽ നിന്റെ ദൈവത്തോടുള്ള, നിന്നെ വീണ്ടെടുത്ത നിന്റെ ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുന്നുവെങ്കിൽ, നിറഞ്ഞു തുളുമ്പുന്നുവെങ്കിൽ, നിനക്ക് സമയ വ്യത്യാസം, നിനക്ക് സമയം ഒരു വിഷയമല്ല, സാഹചര്യം ഒരു വിഷയമല്ല. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നീ അവിടുത്തെ മുഖം അന്വേഷിപ്പാൻ, നിന്നെ വീണ്ടെടുത്ത സർവശക്തനെ അന്വേഷിപ്പാൻ നീ തയ്യാറാകും. ഉറപ്പുള്ള ദൈവമക്കൾക്ക് താമരെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കല്ലറയിൽ ഒരു സ്ത്രീക്ക് പോകുവാൻ പാടില്ല. പക്ഷേ അവിടെ ഉള്ളിൽ തിങ്ങി വെങ്ങുന്ന ദൈവസ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, അവളെ ആ പ്രതിബന്ധങ്ങൾക്കൊന്നും തടയാൻ കഴിഞ്ഞില്ല. യെസ്, ആ നിയമങ്ങൾക്കൊന്നും അവളെ തടയാൻ കഴിഞ്ഞില്ല. അവൾ അധികാലത്തെ യേശുവിനെ അന്വേഷിച്ച് ആ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് പോയി. അതിന്റെ പുറകെ ചിലരൊക്കെ പോയി. എങ്കിലും പോയവരൊക്കെ പോയതുപോലെ എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. പക്ഷേ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള, എൻ്റെ വീണ്ടെടുപ്പുകാരനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പമായി അവൾ പോയില്ല. ഇവരിലെ കൂടെ വന്ന പലരും അതും ഇതും പറഞ്ഞൊരു പക്ഷെ മാറിപ്പോകാം. കൂടെ വന്ന പലരും അമ്മ മാറിപ്പോകാം. അല്ലേ, പക്ഷേ അവർക്ക് അത്രയുള്ള കാഴ്ചപ്പാടേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവസ്നേഹം ഉള്ളിൽ നിറയുന്ന ദൈവത്തിന്റെ പൈതലെ, എന്നെ എന്റെ വീണ്ടെടുപ്പുകാരൻ സർവശക്തൻ എന്നുള്ള ഉറപ്പ്, ധൈര്യം പ്രാപിച്ച ഒരു വ്യക്തിയാണോ നീ? അല്ലേ, നിനക്ക് സമയം ഒരു വിഷയമല്ല, സാഹചര്യം ഒരു വിഷയമല്ല. ഏത് സമയത്തും ഏത് സാഹചര്യത്തെയും തമ്പുരാനെ മുഖം അന്വേഷിപ്പാൻ, നിന്റെ വീണ്ടെടുപ്പുകാരനെ അന്വേഷിപ്പാൻ നീ തയ്യാറായ, ഞാൻ പറയട്ടെ, അവന്റെ സാന്നിധ്യം നിനക്ക് വെളിപ്പെടും. യെസ്, അവന്റെ സാന്നിധ്യം നിനക്ക് വെളിപ്പെടും. എല്ലാവരും പോയി. ആഗ്രഹത്തോടെ, വാഞ്ചിയോടെ, ഹൃദയത്തിൽ നിറഞ്ഞ ആ സ്നേഹത്തോടെ വന്ന മറിയ പോയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാവുള്ളൂ, എന്തിനു വന്നു, ആരെ തിരക്കി വന്നു? ആ ആളിനെ കണ്ടിട്ട് മാത്രമാണ് അവൾ മടങ്ങിപ്പോകുവാൻ ഇടയായത്. നിന്റെ അന്വേഷണം എങ്ങനെയാണ്? നീ എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ, നിറഞ്ഞ ദൈവസ്നേഹത്തോടെ ആണോ നീ കർത്താവിനെ അന്വേഷിക്കുന്ന? ദൈവത്തിലെ നീ അവനെ കാണാതെ മടങ്ങിപ്പോകത്തില്ല. യെസ്, അവന്റെ സാന്നിധ്യം നിനക്ക് വെളിപ്പെടാതെ നീ മടങ്ങിപ്പോകത്തില്ല. അവന്റെ അനുഗ്രഹത്തിന് മേൽ വെളിപ്പെടാതെ നീ വെറുതെ മടങ്ങിപ്പോകത്തില്ല. ഇന്ന് തൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? സമയങ്ങളെ മുന്നോട്ട് പോകുന്നതിന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. ഭക്തൻ പറയുന്നു, മൂന്നാം വാക്യം അനേക ഭാവങ്ങൾ ചിന്തിപ്പാനുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. മൂന്നാം വാക്യം, നിന്റെ ജീവനേക്കാൾ നല്ലതാവുന്ന നേത്രങ്ങൾ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. അതിന്റെ
ആമേൻ. ഹല്ലേലൂയ. 8-ാം വാക്യം വായിക്കുന്നു, എന്റെ ഉള്ള നിന്നോട്. അതാ വിഷയം. അതാ ഭക്തന്റെ ഈ മരുഭൂമിയിലെ ദൈവത്തെ ആഗ്രഹിപ്പാൻ, കർത്താവിന് വേണ്ടി ദാഹിപ്പാൻ, വാഞ്ചിപ്പാനുള്ള കാരണം ഇതാ, എന്റെ ഉള്ളം അയ്യോ നിന്നോട് പറ്റിയിരിക്കുക. അപ്പൊ പിന്നെ എനിക്ക് നിന്നെ അന്വേഷിക്കാതിരിപ്പാൻ കഴിയത്തില്ല. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുക. നീ അല്ലാതൊരു നന്മ എനിക്കില്ല. നിന്നെ മാറ്റി നിർത്തിയ ഒരു അനുഗ്രഹം എനിക്കില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നെ മാറ്റി നിർത്തിയ ഒരു ജീവിതം എനിക്കില്ല. സ്തോത്രം. എന്റെ ഉള്ളം നിന്നോട് പറ്റി. എനിക്ക് നിന്നിൽ നിന്ന് അകന്നു പോവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ. അതാ ഉറപ്പ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിലുള്ള ഉറപ്പ്, തമ്പുരാന്റെ ബലമുള്ള ഭുജം എന്നെ താങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ ഞാൻ സുരക്ഷിതനായി ഇരിക്കുന്നു. വിസ്താര ഭയത്താൽ ഞാൻ ഓടിപ്പോകട്ടെ മക്കളെ, എന്റെ ഉള്ള നിന്നോട് പറ്റിയിരിക്കുന്നു. അവൻ നിന്റെ വലം കൈ എന്നെ താകുന്നു. ഹല്ലേലൂയ. 5-6 വാക്യങ്ങളൂടെ ഒക്കെ വായിക്കുമ്പോൾ, എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാകുമ്പോൾ നിന്നെ, എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ എന്ത് ചെയ്യും? വായിക്കും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ വളർത്തും. അവൻ ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്റെ പ്രാണനെ മറ്റേ മേലസ് കൊണ്ടുന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ് സന്തോഷങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നീ എനിക്ക് സഹായമായി തീർന്നു. എന്റെ ഉള്ളം സന്തോഷിക്കുകയാണ്. എന്റെ ഉള്ളം സന്തോഷിക്കുകയാണ്. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ എന്ന് ഭക്തൻ ദൈവത്തോട് അവൻ വിളിച്ചു പറയാൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, എന്നാൽ രാജാവ് ദൈവത്തിൽ അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നതിനെല്ലാം എങ്കിലും പോഷ് പറയുന്നൊരു വായേ. അതാ ഭക്തന്റെ ഉറപ്പ്, തന്റെ ഉറപ്പതാ. എന്നാൽ അവൻ രാജാവ് ചെയ്യും? ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നതിനെല്ലാം ചെയ്യും? പുകഴും. എങ്കിലും പോഷ് പറയുന്നൊരു വായ. എനിക്കെതിരായി നിൽക്കുന്നവര്, ഹല്ലേലൂയ, എന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവര്, എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നവർ എന്തെയും ലജ്ജിച്ച് പോകുവാൻ ഇടയായിത്തീരും. എന്റെ ഉള്ളം അവനോട് പറ്റിയിരിക്കുന്നുണ്ട്. അവനെ നിരന്തരമായി ഞാൻ അന്വേഷിക്കുന്നത് കൊണ്ട്, അവന്റെ സാന്നിധ്യത്തിനായി ഞാൻ കൊതിക്കുന്നത് കൊണ്ട്, അവന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിച്ച് പോകത്തില്ല. അതാ ഉറപ്പ്. ദൈവങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതാ നമ്മുടെ ഉറപ്പ്. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? സമയവ്യത്യാസം കൂടാതെ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന വ്യക്തിയാണോ? നിന്നെ ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്നെ ഒരു നന്മയും ആർക്കും കവരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, നിന്നെ തമ്പുരാന്റെ വലം കൈ നിന്നെ താങ്ങി നടത്തുവാൻ ഇടയായിത്തീരും. എത്ര പേർക്ക് തൽക്കാലം ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഇവിടെ കരങ്ങളെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ആകയാൽ സമയവ്യത്യാസം കൂടാതെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് അവനോട് ചേർന്ന് വസിക്കുവാൻ ദൈവങ്ങളെ നമുക്കിടയായി തീരട്ടെ. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടും. നമ്മളെ ഭാഗ്യകരമായ പ്രത്യാശ നിലനിൽപ്പാൻ നമുക്കിടയായി തീരും. അതിനായി സർവശക്തനായ കർത്താവ് ഇന്ന് വൽക്കാലി വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.